ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വൈകുന്നേരം ഏട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മേൻ്റെ അനിയത്തി ഗീതളയമ്മ വിരുന്ന് വന്നിട്ടുണ്ട്. അപ്പം ഈ മീൻ എന്ന് പറഞ്ഞാൽ പൂമീനാണ് കേട്ടോ. ഇതുവരെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനത് വറക്കാൻ വെച്ചു. ബുധനാഴ്ച രാവിലത്തെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ മത്തൻ്റെ താളിപ്പൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ വൈകുന്നേരത്തേക്ക് കറി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ തക്കാളി താളിച്ച് മീൻ വറുത്തു. പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ഇപ്പം അമ്മയ്ക്കും ഗീതളയമ്മയ്ക്കൊക്കെ പണിയെന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ കാലത്തൊരാഗ്രഹമാണ്, കുറച്ച് ആൾക്കാർക്കെങ്കിലും ചോറ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കൊണ്ട് കൊടുക്കുമല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്തുനിന്നും അങ്ങനെ വന്ന് കൊണ്ടുപോകലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് തന്നെ കൊടുക്കാനൊരാഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയണ വിധത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗീതളയമ്മയും വന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് അമ്മയും കൂടുന്നുണ്ട് കേട്ടോ. അമ്മ പിന്നെ അവിടെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരികയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും ഗീതളയമ്മയും കൂടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഗീതളയമ്മ വന്നപ്പോൾ തന്നെ പച്ചക്കറിയൊക്കെ കൊണ്ടാണ് വന്നത് കേട്ടോ. പിന്നെ ബാക്കി സാധനമൊക്കെ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങി. അപ്പോൾ മീനൊക്കെ ഒരു സൈഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയുള്ള ഇറച്ചിയാണ് കേട്ടോ ഇതിന്. അപ്പോൾ കുറേ സമയം ഇങ്ങനെ സിമ്മിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പച്ചക്കറിയൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ നന്നാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം പണിയെടുക്കാൻ എളുപ്പമാകുമല്ലോ. അപ്പോൾ ഒരുപാട് കറികളൊന്നും ഇല്ല കേട്ടോ. ഒരു സാമ്പാർ, ഉപ്പേരി, അച്ചാർ, മീൻ, അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു ചോറിൽ വെക്കുന്നത്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അതന്നെ നമുക്ക് എന്താ പറയുക, വലിയൊരു ഭാഗ്യമല്ലേ അങ്ങനെ കിട്ടണതന്നെ. അതും വീട്ടിലുണ്ടാക്കിയത് കിട്ടുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടമാവുമല്ലോ അല്ലേ. അപ്പം അമ്മ ക്യാബേജും കൂടി നന്നാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചോറിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ ഗോതമ്പ് കലക്കിയിട്ട് ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ദോശയാണെങ്കിൽ കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. ചോറ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ചപ്പാത്തിയൊക്കെ വൈകുന്നേരം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോറുമ്പോൾ തന്നെ കൂടിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ ചോറ് കുറവ് ഉണ്ടാവുമ്പോൾ ദോശ ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് ചോറ് ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റാൻ കുറേ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ചോറിന് അരി കുറച്ചിട്ടതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. പിന്നെ അമ്മയ്ക്കും അച്ഛയ്ക്കും ഏട്ടനും ഗീതളയമ്മയ്ക്കൊക്കെ തിന്നാനുള്ള ചോറ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാനും മക്കളും പിന്നെ ഈ ഗോതമ്പ് ദോശ തിന്നും. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് ചുട്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഗീതളയമ്മ ചൂടാറിനും എനിക്ക് വേറെ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഗീതളയമ്മയും ചുട്ടേരിയാണ്. ഗീതളയമ്മ പിന്നെ മീനൊന്നും കൂട്ടൂല കേട്ടോ. മീനും ഇറച്ചിയൊക്കെ കൂട്ടാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. എന്തെങ്കിലും ഒരു താളിപ്പൊക്കെ ആയാൽ നല്ല ഇഷ്ടമാണ്. പിന്നെ ഇതാ പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലത്തെ വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. ഞാനും ഗീതളയമ്മയും കൂടി 4 മണിയൊക്കെ ആകുമ്പോൾ നീച്ചു കേട്ടോ. നേരത്തെ നീച്ചു, നല്ല വേവുള്ള അരിയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നേരത്തെ നീച്ചു. ഇല്ലെങ്കിൽ പിന്നെ ആയി കിട്ടിയിട്ടില്ലെങ്കിലോ. ഞങ്ങളിവിടെ 20 പൊതിയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ അമ്മ 10 പൊതി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ 10-30 പൊതിയും കൊണ്ടാണ് പോകണമെന്ന് വിചാരിക്കുന്നത്, നമ്മളാൽ കഴിയണത്. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇങ്ങനെ കൊടുക്കണം എന്നുള്ളത്. ഓരോരുത്തരും അങ്ങനെ ചെയ്യണത് നമ്മളെ വീഡിയോസിൽ പല വീഡിയോയിലും കാണലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കൊടുക്കണേ കാണുമ്പോൾ ഒരു ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആരുടെയെങ്കിലും കൊടുത്തയക്കാൻ അങ്ങനെ ഒരു താല്പര്യം എനിക്കില്ല. കൊടുക്കണുണ്ടെങ്കിൽ അത് നമ്മളാൽ കൊണ്ടു കൊടുക്കണതാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ചോറിന് ഇതാ തീയൊക്കെ കത്തിച്ച് വൈകുന്നേരം തന്നെ വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ച് കല്ലൊക്കെ അവിടെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ രാവിലെ എളുപ്പമായി കലമൊക്കെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മൾ പുറത്ത് അടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2-3 സൈഡ് അങ്ങോട്ട് കത്തിക്കുമ്പോഴേ വേഗം വെള്ളം തിളയ്ക്കും കേട്ടോ. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം അരിയേക്ക് മുക്കി ഒഴിച്ചിട്ട് അതൊന്ന് ചൂടുവെള്ളം കൊണ്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെങ്ങനെയാണോ നമ്മളെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് ഓർക്കും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. പ്രത്യേകതയൊന്നുമില്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഏതൊരു വീട്ടിലും ഒരു കറി, ഉപ്പേരി, മീൻ, അച്ചാറൊന്നും ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല അല്ലേ. മിക്ക വീടുകളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ചോറിന് ഒരു കറിയും വേണം, ഒരു ഉപ്പേരിയും വേണം, പിന്നെ എന്തായാലും ഒരു മീനോ മുട്ടയോ ഇറച്ചിയോ എന്തെങ്കിലും ഒന്ന് വേണം അല്ലേ. അപൂർവമായിട്ടേ അതൊന്നും ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഫുഡും കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ ബിരിയാണി ചെമ്പാണ് കേട്ടോ. ഇതിൽ നെയ്ച്ചോറാണെങ്കിൽ 5 കിലോ വയ്ക്കും, ബിരിയാണിയും വയ്ക്കും കേട്ടോ അത്യാവശ്യം. പക്ഷേങ്കിൽ ഇതിൽ നമ്മൾ അരി എത്ര ഇടാൻ പറ്റും, നമ്മളെ സാധാ ചോറിനുള്ള അരി എത്ര ഇടാൻ പറ്റും എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ മൊത്തത്തിലൊരു 4-5 കിലോനാണ് വയ്ക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കുറച്ച് അതിലിട്ട് കൊടുത്തു, ബാക്കി അകത്ത് അടുപ്പത്ത് തിളപ്പിച്ച് റൈസ് കുക്കറിലേക്കും വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചക്കേക്കുള്ളതും വേണ്ടേ, അതൊക്കെ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാക്കണേ, ഇന്ന് ചായക്ക് കടിയെന്ന് പറഞ്ഞാൽ റവയാണ്. തലേ ദിവസം ഞാൻ അരിയൊന്നും വെള്ളത്തിലിട്ടില്ല. അപ്പോൾ റവ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമാണല്ലോ. ഇങ്ങനെയുള്ള പണികളുള്ള ദിവസങ്ങളിലൊക്കെ എളുപ്പമുള്ള ചായക്കടിയാണ് കേട്ടോ ഏറ്റവും സുഖം. പിന്നെ ദോശയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല.
നൂൽപുട്ട്, ചപ്പാത്തി അങ്ങനത്തേമയ്ക്കൊന്നും നോക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഏറെ എളുപ്പം ഈ ഉപ്പുമാവുകൾ തന്നെയാണ്. അപ്പം ഞാൻ വറുത്ത റവയാണ്, എന്നാലും എനിക്ക് ആ ഒരു സുഖം പോരാ. എന്നാലും ഒരു ദിവസം അങ്ങനെ വറുത്ത റവ കൊണ്ടുവന്നിട്ട് വറക്കാതെ ഉണ്ടാക്കിയിട്ട് അതിനെന്തോ ഒരു ഒട്ടിപ്പിടുത്തം പോലെ തോന്നി. അപ്പം ഞാൻ ഒന്നും കൂടി അങ്ങോട്ട് വറുത്തു. പിന്നെ മക്കൾക്ക് റവയാണെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും ഒക്കെ വേണം കേട്ടോ. അപ്പം ഞാൻ പറയലില്ല, എപ്പോഴും ഉപ്പുമാവാണെങ്കിൽ എന്തെങ്കിലും വേണം. അപ്പോൾ ഒലിക്ക് ഞാൻ കുറച്ച് കടല റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള കടലയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിരുന്നത്. പിന്നെ അതാ കഷ്ണങ്ങളൊക്കെ വലിയ കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പരിപ്പും തന്നെ ആ ചെറിയ കുക്കറിൽ വെച്ചിട്ട് 2-3 വിസിലടിച്ചെടുത്തു. ഒരുമിച്ചിടാൻ പറ്റൂല, പരിപ്പിന് കുറച്ച് വേവ് കൂടുതലുണ്ട്. അപ്പോൾ പരിപ്പ് വേവോളം നമ്മളെ പച്ചക്കറി വേവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടൂല കേട്ടോ തിന്നാൻ. അപ്പോൾ അതാക്കണ ഈ ഒരു കലത്തിലാണ് സാമ്പാർ വെക്കുന്നത്. അപ്പോൾ കഷ്ണമൊക്കെ വെന്തപ്പോൾ അതിലേക്കാണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അതാ പരിപ്പ് വൈക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നേരം വഴുകണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. എന്താ പറയുക, ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് പോകണം. ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഫുഡൊക്കെ കൊണ്ടുവരും കേട്ടോ. ഞാൻ നിലമ്പൂർ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ ഫുഡ് കൊണ്ടുപോകുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ സാമ്പാറിൽ ഇനി വെണ്ടയ്ക്കയും തക്കാളി, മുരിങ്ങക്കായ, വഴുതനങ്ങ ഇതൊക്കെ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുക്കറിൽ വെച്ചപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകെ ഒരു കൊഴുപ്പാവും കേട്ടോ. അപ്പോൾ ഇതിൽ സാമ്പാറിലെല്ലാം ഒരുവിധം കഷ്ണങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഗീതളയമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലേതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛനൊക്കെ നീച്ചിട്ടുണ്ട്, ചായയൊക്കെ കുടിച്ചു. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു, തക്കാളി ഇട്ട് കൊടുത്തു, വെണ്ടയ്ക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് പൊടികളൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് കുളിക്കാനൊക്കെ പോയിരുന്നു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ കുളിക്കലുണ്ട് കേട്ടോ. എന്നാൽ ഇനി അത് മൊത്തത്തിലൊന്ന് നിൽക്കാന്നൊന്നും അറിയില്ല. ഇപ്പോൾ രാവിലെയും കുളിക്കും, വൈകുന്നേരം കുളിക്കും. അതൊരു വല്ലാത്ത സുഖമാണ് ഇപ്പോൾ. പണ്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നു, പിന്നെ അതൊന്ന് നിർത്തലാക്കിയതായിരുന്നു. അപ്പോൾ അതാ ഇതളയമ്മ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഒരു ചട്ടിക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ സാമ്പാറും ചോറും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ അധികമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ തിരക്കുള്ള ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയി വീഡിയോ എടുക്കാനും നമുക്ക് കഴിയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എടുത്തു തരണം. അപ്പോൾ ഏട്ടനെ ഇന്ന് ചോറ് കൊണ്ടുപോകണമെന്ന് ഒന്ന് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പണിക്ക് പോവുകയാണ്. അപ്പോൾ ഏട്ടനും ചോറും കറിയൊക്കെ ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതാ നന്ദും കണ്ണനും ഒക്കെ നീച്ചിട്ടുണ്ട്. കണ്ണന് സ്കൂളുണ്ട്. നന്ദു പിന്നെ പോണില്ലല്ലോ, പനിയല്ലേ, പനിയൊക്കെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനെന്ന് പണി എന്ന് പറഞ്ഞാൽ കക്കാടംപൊയിലാണ്. ചേച്ചീൻ്റെ ഭർത്താവിൻ്റെ ഒപ്പമാണ് കേട്ടോ പണി. അപ്പോൾ നല്ല ദൂരമുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയാലും നേരം വൈകിട്ടൊക്കെ തന്നെയാവും വരിക. അപ്പോൾ ഇന്ന് ചായക്ക് കടി ഉപ്പുമാവ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഉപ്പുമാവിക്ക് കടല റോസ്റ്റ് ഉണ്ടാക്കി കേട്ടോ. കടല റോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നില്ല. അത് വിളമ്പി തിന്നാൻ സമയത്താണ് ഓർത്തത് ഇതിൽ നാളികേരക്കുത്ത് ഇട്ടിട്ടില്ല. കാര്യമായിട്ട് മക്കൾക്ക് ആ നാളികേരക്കുത്ത് ഇങ്ങനെ കടിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേങ്കിൽ അത് സത്യത്തിൽ മറന്നു കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണനെ തന്നെയാണ് കേട്ടോ സ്കൂളിലേക്കും കൊണ്ടുപോയത്. ചോറ് പിന്നെ അവന് കൊണ്ടുപോകണ ഇഷ്ടമല്ല എന്ന് ഞാൻ പറയില്ലേ. അപ്പോൾ ഇത് തന്നെയാണ് കൊണ്ടുപോയത്. പിന്നെ ഇതാ സാമ്പാറൊക്കെ റെഡി ആയിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വലിയൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിരുന്നു കേട്ടോ. ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെച്ചിരുന്നു. അപ്പം നല്ല കുറുകിയ സാമ്പാറാണ് കേട്ടോ. ഇതിൽ തേങ്ങ വറുത്തരച്ചിട്ടൊന്നുമില്ല. വറുത്തരക്കുന്നതിനോട് വലിയൊരു യോജിപ്പില്ല എന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെ തന്നെയാണ് അധികം ആൾക്കാർക്കും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഗീതളയമ്മ അതാണ് അച്ഛനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ നല്ല അടിപൊളി സാമ്പാറാണ് പറഞ്ഞപ്പോൾ പറയുക. ഇത് തിന്ന് നോക്കണവർ പറയണം ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ പറയുന്നു. പക്ഷെ ഇങ്ങനെ ഒന്നിച്ച് വെക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ആവില്ല. അല്ലേ തൊട്ട് വലിയ കലത്തിലൊക്കെ വെക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കല്യാണത്തിനൊക്കെ കൂട്ടുമ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. അതിൽ മത്തനും എല്ലാവിധ പച്ചക്കറികളും ഇടും. പക്ഷെ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അധികം ഒരു ടേസ്റ്റായി തോന്നൂല. അപ്പോൾ അനുമോളും കണ്ണനും ഒക്കെ പോയിട്ടോ. അത് കഴിഞ്ഞേക്ക് തന്നെ ഞങ്ങൾ എന്താ പാക്കാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇത്രയും പൊതികളാക്കിയിട്ട് വേണ്ടേ. അപ്പോൾ കുറച്ച് അലുമിനിയം ഫോയിലിൻ്റെ കവർ വാങ്ങിയിട്ടുണ്ട്, കുറച്ച് സാധാ കവർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറി ഇങ്ങനെ സെപ്പറേറ്റ് ഇതാ ഈ ഒരു കവറിലാണ് ആക്കി വെക്കുന്നത് കേട്ടോ. എന്നിട്ട് അതൊന്ന് റബ്ബർ ബാൻഡ് ഇടുകയാണ്. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തലുണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ ഇതും കൂടി ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഇത് ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞാണ്ട് ഇനി ഇങ്ങനെ കൊടുക്കണതൊക്കെ പബ്ലിക് ആക്കി എന്ന് പറഞ്ഞാണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വേണ്ടാത്ത കമൻ്റ് ഒന്നും ഇടാൻ നിൽക്കണ്ട. ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്തത് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയണത് ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഇത് 10 പൊതി 20 പൊതി അങ്ങനെയൊന്നും വേണ്ട. 2 പൊതിയോ അല്ലെങ്കിൽ 1 പൊതിയോ കഴിയെങ്കിൽ അത് കൊടുത്ത് സഹായിക്കണം. ഹോസ്പിറ്റലിലൊക്കെ നിൽക്കണവർക്ക് ഒരു നേരം നമ്മളത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും ഭയങ്കര സന്തോഷമാണ്, നമുക്കൊരു സന്തോഷമാണെന്ന് പറഞ്ഞില്ലേ. ഒരു ചോറിന് 50 രൂപ 70 രൂപയൊക്കെ കൊടുക്കണം ഹോസ്പിറ്റലിൻ്റെ അടുത്തുനിന്ന് വാങ്ങുമ്പോൾ കേട്ടോ. പിന്നെ വീടുകളിൽ നിന്നൊക്കെ കൊണ്ടു കൊടുക്കുക എന്ന് പറയുമ്പോൾ കൊണ്ടു കൊടുക്കാൻ കഴിയാത്തവരും കഴിയണവരും ഒക്കെ ഉണ്ടാവും. ആളുകൾ ഉണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കും, മാറി മാറി അങ്ങനെ കൊണ്ടു കൊടുക്കും. സ്ഥിരമായി ആരും കൊണ്ടു കൊടുക്കാനൊന്നും നിൽക്കൂല കേട്ടോ. അതൊക്കെ ഒരു മടുപ്പായി മാറും.
നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പല സമയങ്ങളിൽ നിൽക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു നേരത്തെ ചോറ് ഇങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. ഞങ്ങളും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള പൊതിച്ചോറുകളൊക്കെ വാങ്ങി തിന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും പൈസ കൊടുത്തൊന്നല്ല വാങ്ങുക. അപ്പോൾ അതിന് വല്ലാത്തൊരു സന്തോഷമാണ് പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണിത്. നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ ആ രോഗികളെ കൈക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അതിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നിങ്ങനെ ചെയ്തത്. അപ്പം ഇനി ഒരുവിധം എല്ലാ മാസവും ഇങ്ങനെ ചെയ്യണം എന്നെൻ്റെ മനസ്സിൽ ഒരിതുണ്ട് കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം നടക്കും എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് ഒരുപാട് സമ്പാദ്യമൊന്നും ഉണ്ടായിട്ട് ഇതിനൊന്നും കഴിയില്ല കേട്ടോ. ഇവിടെ കണ്ണനും എപ്പോഴും പറയലുണ്ട് കേട്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുള്ളത്. നമ്മളും നല്ലോണം ബുദ്ധിമുട്ട് ജീവിക്കുന്നവരാണ്, പക്ഷേ ഇതിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം, അമ്മ ഞാൻ വലിയ കുട്ടിയാവട്ടെ, അങ്ങനെയൊക്കെ ഇപ്പം ആ ഒരു മനസ്സുണ്ട് കേട്ടോ, അങ്ങനെ പറയാനൊക്കെ ഉള്ളൊരു മനസ്സുണ്ട്. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞ് എങ്ങനെ ചെയ്യുന്ന എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഓൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത് ചെയ്യണ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് ഞാനും പോരട്ടെ, ഞാൻ സ്കൂളിലേക്ക് പോകണില്ല എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ ഒരു മടിയില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് എങ്ങനെയാവും എനിക്കറിയില്ല. മക്കളെ കാര്യമല്ലേ, ഇന്നത്തെ കാലത്ത് അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ ഇതാക്കണം, ആദ്യം ഞങ്ങൾ കുറേ പൊതിഞ്ഞൊന്നും അങ്ങനെ അങ്ങോട്ട് ശീലമല്ലല്ലോ. അപ്പോൾ അച്ഛൻ കുറേ പൊതിഞ്ഞു, അപ്പോൾ ശരിയാവണില്ല. പിന്നെ ഗീതളായ്മ പൊതിഞ്ഞു, ഞാൻ പൊതിഞ്ഞു. ഏതായാലും പൊതിഞ്ഞ് പിന്നെയുള്ള പൊതികളൊക്കെ അങ്ങോട്ട് ശരിയായി കിട്ടിട്ടോ. പലരും പല രീതിക്കാവൂലേ പൊതിയൽ. ഇവിടെ എങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ കറി എന്താ പറയുക സെപ്പറേറ്റ് ആയിട്ട് വെച്ചല്ലോ ആ കവറിൽ, അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പൊതിയണത്. പിന്നെ മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറിലിട്ടിട്ടില്ല. എല്ലാവർക്കും ഒന്നും മീൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇതിളയമ്മ പറയുക നമുക്ക് അതിൽ വെക്കണ്ട എന്നുള്ളത്. എന്താ വെച്ചാൽ മുപ്പത്തിയർക്ക് മീനും ഇറച്ചീനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊരു അറപ്പൊന്നും വേണ്ട. അത് സെപ്പറേറ്റ് ആയിട്ട് പൊതിഞ്ഞിട്ട് നമുക്ക് ചോറ് കൊടുക്കുമ്പോൾ മീൻ കഴിക്കുമോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതാക്കണേ, ഇത് മീൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അത് ഓരോ പൊതികളാക്കിയിട്ട് കവറിലാക്കുകയാണ്. അപ്പോൾ മീനൊക്കെ തലേ ദിവസം തന്നെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. തലേ ദിവസം തന്നെ കൊണ്ടുവന്ന് മുളകൊക്കെ തേച്ച് വെച്ചു. അപ്പോൾ അയില വാങ്ങിയിട്ടുണ്ട്, കണമീനില്ലേ അതും വാങ്ങിയിട്ടുണ്ട്. 2 വിധം മീനും കൂടിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ പൊതികളാക്കി. പിന്നെ ഞങ്ങൾ 11 മണീൻ്റെ ബസ്സിനാണ് പോകാൻ ഒരുങ്ങുന്നത് കേട്ടോ. 10:30 ആയപ്പോഴേക്കും ഈ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും ഗീതളയമ്മയും വീട്ടിൽ നിന്ന് അമ്മയും കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോണത് കേട്ടോ. അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് അനുമതിയൊക്കെ വാങ്ങണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവിടെ ചെന്ന് പാസ് എടുത്തപ്പോൾ പറഞ്ഞത് ആ സെക്യൂരിറ്റി അവിടെ ചെന്നിട്ട് അനുമതി വാങ്ങണം സൂപ്രണ്ടിൻ്റെ എന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾ ചെന്ന് അനുമതി വാങ്ങിയപ്പോൾ സൂപ്രണ്ടിന് ഭയങ്കര സന്തോഷം കേട്ടോ. ഒരു കാരുണ്യ പ്രവൃത്തിയല്ലേ, എന്താണ് നിങ്ങൾ കൊണ്ടുവന്നത്, എങ്ങനെയാണ് കൊടുക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും കേട്ടോ. കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഓരോ മുഖത്തെ ആ ഒരു ചിരി കാണുമ്പോഴും നമുക്ക് വല്ലാത്തൊരു സന്തോഷമല്ലേ. അപ്പോൾ ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചാണെങ്കിലും എന്താ പറയുക, നമ്മളെക്കൊണ്ട് കഴിയണത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഒരു പൊതിയാണെങ്കിൽ ഒരു പൊതി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാർക്കെങ്കിലും ഒരു പ്രചോദനമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഒക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റബ്ബർ ബാൻഡ് കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ കുറച്ചും കൂടി എടുത്തു തന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ നന്ദുവിനും തന്നെ കേട്ടോ ഭയങ്കര സന്തോഷം. എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ കൂടി തരുന്നുണ്ട്. കറിയൊക്കെ എടുത്തുകൊടുന്നേക്കാനൊക്കെ ഓൻ തന്നെയാണ് കേട്ടോ കൂടിയത്. നമ്മൾ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കച്ചറയുന്നു. അപ്പം അന്നദാനം മഹാദാനം എന്നാണല്ലോ പറയണത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യട്ടോ. അപ്പോൾ എനിക്ക് ഇനിയും ചെയ്യണം എന്നാണ് ആഗ്രഹം. എത്രത്തോളം നടക്കും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ. നമ്മളവിടെ പൂക്കുടുംബാടത്തേക്ക് പോണോടത്ത് ഒരു അനാഥാലയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പുതുക്കി പണിയാണ്. അവിടെ ഉള്ളവർ ഇപ്പോൾ തേൾപ്പാറ അങ്ങനെ കൊണ്ടേക്കിയതാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയും കേട്ടോ. എല്ലാവർക്കും ഒന്നും അറിയണ്ടാവില്ല സ്ഥലം എന്നും പറഞ്ഞാൽ. അപ്പം ഞങ്ങൾ പൂക്കുടുംബാടത്തേക്ക് പോകുമ്പോഴേ അവിടുത്തെ ചേച്ചിമാർ ഗേറ്റുമ്മ പിടിച്ചിട്ട് നമ്മളങ്ങനെ ഒരു ദയനീയമായിട്ടുള്ള ഒരു നോട്ടുണ്ട്. അത് കാണുമ്പോൾ സത്യത്തിൽ സങ്കടമാവും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും അവിടെ എത്തുമ്പോൾ ഏട്ടനോട് പറയാം നമുക്ക് എന്തെങ്കിലും കൊടുക്കണം, ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം. നാളെ നമ്മളും ഈ ഗേറ്റുമ്മ പിടിച്ച് നിൽക്കാനുള്ളവരാണോ നമുക്ക് അറിയില്ലല്ലോ. മക്കൾ നോക്കാത്തവരും തീരെ നോക്കാൻ ആളില്ലാത്തവരും ഒരുപാട് ആൾക്കാരുണ്ടാകുമല്ലോ. പല കോലത്തിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പം നാളെ നമ്മളും ആ ഒരു ഗേറ്റ് പിടിച്ച് നിൽക്കുമെന്ന് നമുക്കറിയില്ല. അപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരുക്കും കൊടുക്കണം. ഇന്നിപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലേക്കാണ് കൊടുക്കണത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒരുപാട് വൈകിയാണ് ഞാൻ ഇട്ടത്. ഈ ചോറൊക്കെ കൊണ്ടു കൊടുത്ത് വന്നപ്പോൾ ഒരുപാട് സമയമായി, 2:30 ആയി. അത് കഴിഞ്ഞ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് നേരമായിട്ടോ. വീഡിയോ ഇടാതിരിക്കാനും തോന്നിയില്ല എന്ന് പറഞ്ഞില്ലേ. നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരില്ലേ, അതുകൊണ്ടാണ് കഷ്ടപ്പെട്ടാണെങ്കിലും വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയും പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും
ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. എൻ്റെ ഒരു ദിവ്യാസ് കിച്ചൺ എന്നുള്ള ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. താങ്ക്